അന്നദാനം ചെയ്യാം, നല്ല സൽപ്രവർത്തികൾ ചെയ്യാം. ഇപ്പോൾ വീട് വാങ്ങിക്കാനായിട്ട് നമുക്ക് തയ്യാറുള്ളത് നോക്കാം. അങ്ങനെ എല്ലാ കാര്യങ്ങളും ആരംഭിക്കാനും എല്ലാത്തിനും നല്ലതാണ് അക്ഷയ തൃതീയ. ഒരു കാര്യം അതോടൊപ്പം ഞാൻ പറയട്ടെ, ഓരോരുത്തരുടെയും നക്ഷത്രമനുസരിച്ച് ഓരോരുത്തർ നക്ഷത്രത്തിന് വരുന്ന ആ സമയമനുസരിച്ച് വേണം, ദശാപഹാര ചിത്രങ്ങളനുസരിച്ച് വേണം നമ്മൾ ഭൂമി വാങ്ങിക്കാനും ഗൃഹപ്രവേശനം നടത്താനും ഒക്കെ ആയിട്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു ഒരു ചോതി നക്ഷത്രക്കാരനാണെങ്കിൽ അവർ 3, 5, 7 അതുപോലെ ഓരോ നക്ഷത്രത്തിനും 3, 5, 7 നക്ഷത്രങ്ങൾ വർജിക്കണം. 3-ാം നക്ഷത്രത്തിലാണ് താമസിക്കുന്നത് കലഹങ്ങൾ, ആവശ്യമില്ലാത്ത അന്നസറി ആയ കലഹങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതേപോലെ 5-ാം നക്ഷത്രത്തിലാണെങ്കിൽ മക്കളെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവും. 7-ാം നക്ഷത്രത്തിൽ ഭർത്താവും ഭാര്യയും കലഹം ഉണ്ടാവും. അപ്പം ഇങ്ങനെയുള്ള നക്ഷത്രങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ഈ നക്ഷത്രം, അതായത് ഈ അക്ഷയതൃതിക്ക് വരുന്ന തൃതീയ്ക്കാണ് അവിടെ പ്രാധാന്യം, തിഥിക്കാണ് പ്രാധാന്യം. അന്ന് വരുന്ന നക്ഷത്രം കാർത്തിക രോഹിണി ആയിരിക്കാം. ഈ നക്ഷത്രങ്ങൾ നമുക്ക് യോജിക്കുകയാണെങ്കിൽ മാത്രമേ ഗൃഹപ്രവേശമൊക്കെ ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ അക്ഷയതൃതിയാണെന്ന് പറഞ്ഞ് എല്ലാം ചെയ്യാൻ പാടില്ല. പക്ഷേ അന്നദാനം, അതുപോലെ ദാനങ്ങൾ, വസ്ത്രദാനം, അന്നദാനം, സാമ്പത്തിക ശേഷിയുള്ള കുട്ടികൾക്ക് പുസ്തകങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക. അപ്പം നമ്മുടെ കുട്ടികൾ പഠിക്കും. നമ്മൾ എന്താണോ ദാനം ചെയ്യുന്നത് അതിൻ്റെ ഇരട്ടിയായിട്ട് നമുക്ക് അനുഭവം വരും.